യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം പുതുവർഷ പുലരിയിലാണ്. യേശുക്രിസ്തുവിൻ്റെ പിറവിത്തിരുനാളിന് ശേഷം 7-ാം ദിവസം പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. തീർച്ചയായും രക്ഷകനായ യേശുക്രിസ്തു നൽകുന്ന അവിടുത്തെ പിറവി പകർന്നു തരുന്ന പ്രത്യാശയും യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് നാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയതയിൽ ഒരു പുനർസമർപ്പണത്തിനുള്ള അവസരവുമാണ് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. പ്രത്യാശയോടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നാം മുൻഗണന നൽകിയിരുന്ന ചിലതൊക്കെ വലിച്ചെറിയേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അനിവാര്യമല്ലാത്തതെല്ലാം ഉപേക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കോരോരുത്തർക്കും ഉണ്ടാവണം. അതോടൊപ്പം വലിച്ചെറിയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഈടുവെപ്പുകൾ, നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന മൂല്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ, നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങൾ, കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഭയപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ലാത്ത, വ്യാഖ്യാനം ലഭിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളുണ്ട്. ചില അനുഭവങ്ങളൊക്കെ ദുരന്താനുഭവങ്ങളെന്ന് നാം ധരിച്ചിട്ടുണ്ടാവാം. അവയൊക്കെ ദുരന്തങ്ങളാവാതിരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതെല്ലാം രഹസ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും, എല്ലാ അനുഭവങ്ങളും, ഈ പ്രകൃതിയിലുണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളും, അവയൊക്കെ അടയാളങ്ങളായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെ രഹസ്യങ്ങളായി സ്വീകരിച്ചുകൊണ്ടാണ്, രഹസ്യങ്ങളായി ധ്യാനിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ രഹസ്യങ്ങളെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ സാവകാശമാണ് നമുക്ക് ലഭിക്കാനിടയായിത്തീരുക. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നവയാണ്. ചില തിക്താനുഭവങ്ങളാവാം. അവയൊക്കെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നാളുകളിൽ, നമ്മുടെ അടിവെപ്പുകളിൽ അവയെല്ലാം നമുക്ക് പാഠങ്ങളായി മാറുകയും ചെയ്യും. ജ്ഞാനികളായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഭൗതികമായ അറിവ് നേടിക്കൊണ്ട് മാത്രം ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനും നമ്മുടെ ദൗത്യം നിറവേറ്റാനും സാധിക്കുമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. ജ്ഞാനം നേടണം. ദൈവിക ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ദിശ തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ
കുറേ കൂടി ജ്ഞാനികളായി ഈ പുതുവർഷം നമുക്ക് യാത്ര ആരംഭിക്കാൻ സാധിക്കണം. ജ്ഞാനികൾ യേശുവിൻ്റെ പുൽക്കൂട്ടിലെത്തിയത് നമുക്കറിയാം. അവരവരുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവരുടെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ചു. അതുവരെയും സഞ്ചരിച്ച പാതയിൽ നിന്നും വ്യത്യസ്തമായി യേശു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേറെ വഴിയായിട്ടാണ് അവർ മടങ്ങിപ്പോയത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നാം സഞ്ചരിച്ച പാതയിൽ നിന്നും വ്യതിരിക്തമായ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് വെളിച്ചം പകരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർ പ്രകൃതിയിൽ ഈ ആകാശത്ത് ഉദിച്ചുയർന്ന അത്ഭുത നക്ഷത്രത്തിൽ നിന്നാണ് പാഠം പഠിച്ചത്. ഇതുപോലെ സന്ദേശം പകർന്നുകൊണ്ട് നമ്മുടെ ദിശ നിശ്ചയിക്കുന്നതിന്, എത്തിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന അനേക വെളിപ്പെടുത്തലുകൾ ഈ പ്രകൃതിയിലൂടെയാവാം, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെയാവാം, നമ്മളുടെ സഞ്ചാര വഴികളിൽ നാം അഭിമുഖീകരിക്കുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങളുടെ, പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളിലൂടെയാവാം നാം കണ്ടുമുട്ടുന്നുണ്ട്. അവയെല്ലാം വായിച്ചറിയാൻ ജ്ഞാനികളായി അവയിൽ നിന്നും സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ പിഴവുകളുണ്ടാവാം. അതെല്ലാം സർവ്വസാധാരണമാണ്. ഈ ജ്ഞാനികളുടെ ജീവിതത്തിൽ പോലും ഒരു സന്ദർഭത്തിൽ അവരുടെ വഴി തെറ്റിപ്പോയി, അവരുടെ തീരുമാനം തെറ്റിപ്പോയി. നക്ഷത്രത്തിൽ നിന്ന് അവരുടെ കണ്ണ് പിൻവലിച്ച് രാജകൊട്ടാരത്തിലേക്ക് അവരുടെ ദൃഷ്ടി ഊന്നിയപ്പോഴാണ്. രാജാവിൻ്റെ പിറവിയാണ് നക്ഷത്രം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് രാജാവ് പിറക്കുന്നത് രാജകൊട്ടാരത്തിലാവണം എന്നുള്ള നിഗമനം ദൈവം നൽകിയ വെളിപ്പെടുത്തലായിരുന്നില്ല, മാനുഷികമായി സൗകര്യത്തിന് വേണ്ടി അവരെത്തിച്ചേർന്ന തീരുമാനമായിരുന്നു. പക്ഷേ ജ്ഞാനികൾ അവരുടെ ജ്ഞാനം ഉപേക്ഷിച്ചില്ല. വചനത്തിലൂടെ അവർക്ക് ലഭിച്ച വെളിപ്പെടുത്തൽ, വേദപണ്ഡിതന്മാരിൽ ലഭിച്ച അറിവ്, അവരുടെ ജ്ഞാനത്തെ, അവരുടെ അറിവിനെ ജ്വലിപ്പിക്കാൻ, അവരുടെ ജീവിതത്തിൽ തിരിച്ചു നടന്ന് കൊട്ടാരത്തിൻ്റെ പടിയിറങ്ങി ക്ലേശങ്ങളുടെ പാതയിലൂടെ നക്ഷത്രത്തെ നോക്കി സഞ്ചരിക്കാൻ പ്രേരകമായി തീർന്നു എന്നുള്ളത് നാം ഓർമ്മിക്കണം. ഈ പുതിയ വർഷത്തിലും നമ്മളുടെ ജീവിതത്തിൽ ചില വഴിതെറ്റലുകൾ ഉണ്ടാവാം. പക്ഷേ നാം ആർജിച്ചിട്ടുള്ള ആത്മീയതയിൽ, വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളിൽ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ നിലപാടുകളെ, നമ്മുടെ സഞ്ചാരപഥങ്ങളെ തിരുത്തുവാൻ നാം ജാഗ്രത പുലർത്തണം. പ്രിയപ്പെട്ടവരെ, പുതുവർഷം പുതിയ ഒരു ഉണർവിൻ്റെ അവസരമാണ്. പുതിയൊരു ചൈതന്യം ഉൾക്കൊള്ളാനുള്ള അവസരമാണ്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ
മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവീൻ. ഈ പുതിയ വർഷം, ഈ പുതുവത്സര പിറവി തന്നെ പുതിയ ഒരു ഉണർവിലേക്ക് പ്രവേശിക്കാനുള്ള സന്ദർഭമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ബലപ്പെടുത്തിയത് ഈ ഉണർവാണ്. ഓരോ വെളിപ്പെടുത്തലും പുതിയ ഒരു ഉണർവോടെയാണ് യൗസേപ്പ് പിതാവ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നു വീണപ്പോൾ അദ്ദേഹം നിരാശപ്പെടുകയല്ല ചെയ്തത്. യൗസേപ്പ് പിതാവിന് തൻ്റേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വർഗത്തിൻ്റെ സന്ദേശം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ നിദ്രയിൽ നിന്നും ഉണർന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഉറക്കത്തിൽ പോലും പുലർത്തുന്ന ഒരു ഉണർവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില മന്ദതയുടെ അനുഭവങ്ങളുണ്ടാവാം. അവിടെ ഒരു വെളിപ്പെടുത്തലും ഉണ്ടാവില്ല എന്ന് നാം വിചാരിക്കുന്നുണ്ടാവാം. ഇരുട്ടൻ്റെ രാത്രിയുടെ അനുഭവങ്ങളുണ്ടാവാം. അവിടെയും ദൈവിക ഇടപെടലുകളുണ്ട്. ആ ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ആ ഒരു ജാഗ്രത, അനിതാന്തമായ ജാഗ്രത, അത് യൗസേപ്പ് പിതാവിനെ വ്യത്യസ്തനാക്കി എന്ന് നാം കാണും. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ അത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ മറിയത്തിന് മാലാഖയിലൂടെ ലഭിച്ചു. വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിലൂടെ ലഭിച്ചു. അതുപോലെ രക്ഷാകര കർമ്മങ്ങളുമായി, രക്ഷാകര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ മാർഗത്തിലൂടെയാണ് സ്വർഗത്തിൻ്റെ സന്ദേശം എത്തിയത്. ആ സന്ദേശം സ്വീകരിക്കാൻ ആവശ്യമാകുന്ന ഉണർവ് നമുക്കുണ്ടാവണം. ആ സന്ദേശം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പുതിയ ഒരു ഉണർവോടെ അവ നിറവേറ്റാനുള്ള യാത്ര ആരംഭിക്കണം. ഈ പുതുവർഷം നമുക്ക് നൽകുന്ന പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്. പുതിയൊരു ചൈതന്യമുണ്ട്. പുതിയ ഒരു ഉണർവോടെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത്. അപ്പോൾ ജീവിതം മുഴുവനും ഉറങ്ങിത്തീർക്കാനുള്ളതല്ല എന്ന ഉണർവ് അതാണ്. ആ ഉണർവ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാണ് ഈ ഉണർവ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. രക്ഷ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. രക്ഷ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഈ ലോകവുമായി ബന്ധപ്പെട്ട നമ്മളെ രക്ഷയുടെ പ്രത്യാശ നാം പുലർത്തരുത്. നിത്യതയുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോഴും ഒരു വർഷം പിന്നിടുമ്പോൾ നാം മനസ്സിലാക്കണം, നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്ര കുറേ കൂടി അടുത്തെത്തിയിരിക്കുന്നു. രണ്ടാമതായി, രക്ഷയെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറേ കൂടി വ്യക്തമാവാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തുറവി പുലർത്തുന്ന ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും യേശുക്രിസ്തു നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് ഓരോ വർഷവും പിന്നിടുമ്പോൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്ന്, അവർ തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ജീവിത അന്ത്യത്തോട് നാം കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യവും
തീർച്ചയായും നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കണം. സമയം ദൈവം നൽകുന്ന വലിയ ദാനമാണ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം, ആ സമയത്തിനെല്ലാം അളവുണ്ട്, നിത്യതയ്ക്ക് അളവില്ല. ഈ ലോകത്തിൽ അളന്നു തിട്ടപ്പെടുത്തിയാണ് ദൈവം നമുക്ക് സമയം തന്നിരിക്കുന്നത്. പുതിയ ഒരു വർഷം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കൃപയാണ്. ഈ ലഭിച്ചിരിക്കുന്ന സമയം അർത്ഥപൂർണമായി ഉപയോഗിക്കാനുള്ള ആ ഒരു സമർപ്പണം, ആ ഒരു തീരുമാനം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇനിയുമുള്ള 364 ദിവസത്തെ സംബന്ധിച്ചും കൃത്യമായ ഒരു ധാരണ, ഒരു പദ്ധതി തയ്യാറാക്കാൻ സാധിച്ചാൽ, ഈ ഒരു വർഷം നാം ആർജിക്കേണ്ട നന്മകളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യാശ പുലർത്താൻ സാധിച്ചാൽ, അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിന് സഹായകമാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ സമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ്. നിക്ഷേപം ആർജിക്കാനുള്ള അവസരമാണ്. ഈ ലോകത്തിൽ ഒതുങ്ങുന്ന നിക്ഷേപമല്ല, മറിച്ച് നിത്യതയിൽ നമ്മെ ബലപ്പെടുത്തുന്ന നിക്ഷേപം സ്വരുക്കൂട്ടാനുള്ള, സ്വരൂപിക്കാനുള്ള, ആർജിക്കാനുള്ള അവസരമായി ഈ സമയത്തെ നാം കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് ഈ പുതുവർഷ പുലരിയിലും നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നത്. നാലാമതായി, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുവാൻ പൗലോസ് നമ്മെ ഉപദേശിക്കുന്നു. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പൗലോസ് ഇവിടെ എണ്ണിപ്പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സുഖലോലുപത, മദ്യലഹരി, അവിഹിത വേഴ്ച, വിഷയാസക്തി, കലഹങ്ങൾ, അസൂയ, ഇതൊക്കെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ പ്രകാശം ഉദിച്ചിരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ മക്കളായി നാം ജീവിക്കണം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നാം ഉപേക്ഷിക്കണം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നാം ഉപേക്ഷിക്കണം. ഈ ലോകത്തിലാണ് സുഖമനുഭവിക്കേണ്ടത് എന്ന് നാം തെറ്റിദ്ധരിക്കുകയാണ്. ദൈവം നൽകുന്ന സന്തോഷം, ദൈവം നൽകുന്ന സുഖാനുഭവം, അത് സ്വന്തമാക്കാൻ നാം പരിശ്രമിക്കുക. മദ്യത്തിലൂടെ, അവിഹിത വേഴ്ചയിലൂടെ, വിഷയാസക്തിയിലൂടെ, കലഹങ്ങളിലൂടെ ഒക്കെ പലതും നേടാൻ നാം പരിശ്രമിക്കുക. അത് സന്തോഷകരമാകുമെന്ന് നാം തെറ്റിദ്ധരിക്കുകയാണ് എന്ന് പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ജഡത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ജീവിതം, അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നാം അന്ധകാരത്തിൻ്റെ ആ മാർഗങ്ങൾ ഉപേക്ഷിക്കണം എന്ന്. അഞ്ചാമതായി പൗലോസ് പറയുന്നത്, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുവീൻ. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുവീൻ. അപ്പോൾ സാത്താൻ നമുക്ക് നൽകുന്നത് അന്ധകാരത്തിൻ്റെ ആയുധങ്ങളാണ്. അന്ധകാരത്തിൻ്റെ ആയുധത്തിലൂടെ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് എഫെസ്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. സത്യം കൊണ്ട് അരമുറുക്കി
നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവീൻ. ദുഷ്ടൻ്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവീൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവീൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും, അത് യഥാർത്ഥത്തിൽ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും എല്ലാം നമുക്ക് ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ സംരക്ഷണ കവചമാണ്. അത് തകർക്കപ്പെടാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയെ ജ്വലിപ്പിക്കാൻ, ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ കൈമോശം വന്നു പോയെങ്കിൽ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ പുതിയ വർഷം നാം പോരാട്ടത്തിന് തയ്യാറാവണം. ഈ ജീവിതം, ഈ ലോകത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അന്ധകാരത്തിൻ്റെ പക്ഷമല്ല ചേരേണ്ടത്, അന്ധകാരത്തിൻ്റെ ആയുധങ്ങളല്ല അണിയേണ്ടത്, പ്രകാശത്തിൻ്റെ ആയുധങ്ങളാണ് നാം ധരിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം. ഈ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ അണിയാതെയുള്ള പോരാട്ടം, ആ പോരാട്ടം നമ്മെ എത്തിക്കുന്നത് ദയനീയമായ പരാജയത്തിലാവും. അപ്പോൾ വിജയത്തിൻ്റെ ഒരു വർഷമായി ഈ വർഷത്തെ മാറ്റാൻ നാം ഈ പുതിയ ആയുധങ്ങൾ ധരിക്കണം എന്നുള്ളതാണ് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് തുടർന്ന് പറയുന്നു, പകലിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. ഗലാത്യക്കാർക്ക് ലേഖനം തന്നെ 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത. ഇത് പകലിന് യോജിച്ച വിധം പെരുമാറാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം ആർജിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം ആർജിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പ്രധാനം. ഈ പുതുവർഷം നാം ദൈവരാജ്യ അനുഭവത്തിലായിരിക്കണം. ഒരേ പിതാവിൻ്റെ മക്കളാണ് നാം എല്ലാവരും. ഈ ലോകത്തിലുള്ള നമ്മുടെ സഹജീവികളെല്ലാം നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ മുന്നേറാൻ, പിതൃപുത്ര അനുഭവത്തിൽ ആഴപ്പെടാനും സഹോദര ബന്ധത്തിൽ ബലപ്പെടാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ ഗേത്സമനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, രക്തം കൊണ്ട് താൻ വിയർക്കുമ്പോൾ, രക്തം വിയർക്കുമ്പോൾ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു, എഴുന്നേൽക്കുവീൻ, നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ധാർമ്മിക മൂല്യങ്ങൾ തകർക്കപ്പെടുകയും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ യേശുക്രിസ്തു ഇന്ന് പുറന്തള്ളപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ പുതിയ വർഷം നമുക്ക് എഴുന്നേൽക്കാം. ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ എന്നുള്ള കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ പിളർക്കുന്ന, അവിടുത്തെ ഒരഭ്യർത്ഥനയായി, ഒരു സന്ദേശമായി, മാനസാന്തരത്തിലേക്കുള്ള ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉണരാം, നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർമ്മവേദികളെ സജീവമാക്കിക്കൊണ്ട്
ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യാം. ഈ പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഒരു പുതിയ വർഷം കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് എളിമയോടെ ഈ വലിയ കൃപയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തെ കുറേ കൂടി അനുഗ്രഹീതമാക്കാനും ദിശ തെറ്റാതെ ഞങ്ങളുടെ യാത്ര ചിട്ടപ്പെടുത്താനും സഹായകമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ മുഴുവനും അവിടുത്തെ സന്നദ്ധിയിൽ പുനർസമർപ്പിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുവദിക്കണമേ. ഈ പുതുവർഷം അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര, പുതിയ ഉണർവോടെയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആരംഭിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.